എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം. അപ്പോൾ ഇവരുടെ ഇടയിൽ അന്ന് തർക്കമുണ്ടായ സമയത്ത് തന്നെ ഇവർ കൊടുത്തിരുന്ന ഒരു കേസ് ഉണ്ട്. അപ്പോൾ ഡൈവോഴ്സ് ആവണം എന്നുള്ള ഇവർ രണ്ടാളും തീരുമാനിച്ചിരിക്കണം ഓൾമോസ്റ്റ്. പക്ഷേ ഡിവോഴ്സ് ആവാൻ ഇവൾ വെച്ച ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട് താങ്ങാൻ ഈ അലി എന്ന് പറഞ്ഞ ആൾക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിനെതിരെ അപ്പീലിന് പോയി. കൂടാതെ ഇവൾ കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന കുറച്ച് കള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ കേസിൻ്റെ ഭാഗത്തിൽ ചേർത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിധിയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കല്യാണം വന്നിട്ട് അവർ ഹാപ്പി ആയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവർ ഈ വിഷയത്തിലില്ലാത്ത അലിയുടെ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എന്നെയും എൻ്റെ മകളെ ലിറ്ററലി അബാൻഡൻ ചെയ്തിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. അപ്പം എൻ്റെ അവകാശങ്ങളൊക്കെ തിരിച്ചു തന്ന് 100 പവൻ സ്വർണ്ണമുണ്ട്, ഒരു 15 ലക്ഷം രൂപയുണ്ട്, 10 വയസ്സുള്ള മകൾ ഞങ്ങൾക്കുണ്ട്. അവളുടെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം ഉണ്ടാവണം. അതുപോലെ അർഹിക്കുന്ന നഷ്ടപരിഹാരവും എനിക്ക് വേണം. ഇതൊക്കെ പറഞ്ഞ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സമരമാണിത്. അതോടൊപ്പം എനിക്ക് ഡിവോഴ്സും വേണം അദ്ദേഹത്തിനടുത്തുനിന്നും. ഇദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കുന്ന എന്തെങ്കിലും ഡോക്ടർ അറിഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ മഹലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കോഴിക്കോട് പൂവാറ്റുപറമ്പ, അവിടെ കുറ്റിക്കാട്ടൂരുള്ള ഒരു മഹലാണ്. അവരുടെ പ്രത്യേക താല്പര്യത്തിൽ നടത്തി കൊടുത്ത കല്യാണമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനത്തെ ഒരു കല്യാണം വരുമ്പം പയ്യൻ്റെ ഫാമിലിനകത്ത്, അതായത് അവർ താമസിക്കുന്ന മഹലിനകത്തു നിന്നും വധുവിൻ്റെ മഹലിനകത്തേക്ക് ഒരു കത്ത് കൊടുക്കണം. ഈ ഒരു പറഞ്ഞ പ്രോസസ്സ് ഇതിനകത്ത് നടന്നിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ ചാവക്കാടുള്ള ഡോക്ടർ ആയിഷ എന്ന് പറയുന്ന ഒരു സഹോദരി നീതിക്കായിട്ട് 14 ദിവസം ഭർത്താവിൻ്റെ തറവാട് വീടിന് മുമ്പിൽ സമരം ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അതിലൊരുപാട് സഹോദരിമാരും സഹോദരന്മാരും നല്ലതും മോശവുമായ ഒരുപാട് കമൻറ്റുകൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഒരു വശത്ത് പറഞ്ഞത്, അലി എന്ന് പറയുന്ന അവരുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ ഉത്തരം കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കണം, അപ്പോൾ മാത്രമേ ഈ വീഡിയോ പൂർണ്ണമാവുള്ളൂ എന്നാണ് ഒരുപാട് ആൾക്കാർ നമ്മോട് പറഞ്ഞത്. അത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും അലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അലി അബ്ദുൽ ലത്തീഫ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ കുടുംബ സുഹൃത്തുമായ ഒരു വ്യക്തി ഇപ്പോൾ പങ്കുവെച്ചിട്ടുണ്ട്. നമുക്ക് വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാത്രമേ തീർച്ചയായിട്ടും ഏത് ഭാഗത്താണ് ന്യായമെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആയിഷ എന്ന് പറയുന്ന സഹോദരിക്ക് തീർച്ചയായിട്ടും മനുഷ്യത്വപരമായ അവകാശങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ അവരുടെ 10 വയസ്സുള്ള കുട്ടിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും തീരുമാനം വേണം. ഇനി അവരുടെ പൊന്ന് 100 പവൻ കൊടുത്തിട്ടാണ് കല്യാണം കഴിച്ചതുപോലെ 15 ലക്ഷവും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിലും തീരുമാനം വേണം. തീർച്ചയായിട്ടും അവകാശങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുകയും വേണം. അതുപോലെ തന്നെ മാനസികപരമായ ഒരു പരിഗണന ഈ അലി എന്ന് പറയുന്ന ഡോക്ടർക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. 2013 ഇവരുടെ നിക്കാഹ് കഴിയുന്നത്, 2015 റിസപ്ഷൻ കഴിയുന്നത്, ഇപ്പോൾ 2026 ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ പ്രേമിച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നത്. MBBS പഠിക്കുന്ന സമയത്താണ് ഈ ആയിഷയെ ഇദ്ദേഹം വിവാഹം ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്കറിയാം, പഠന ചെലവുകൾക്കും കാര്യങ്ങൾക്കുമെല്ലാമായിട്ട് കുറച്ച് സ്വർണ്ണങ്ങൾ വിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചിലവാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എത്രയെടുത്ത് ചിലവാക്കിയിട്ടുണ്ട് എന്ന കാര്യമെല്ലാം അത് കോടതിയിൽ കേസുമാണ്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് കോടതി അത് ജീവാംശം കൊടുക്കുന്നതും അതുപോലെ തന്നെ കൊടുത്ത സ്വർണ്ണത്തിന് തെളിവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോടതി പരിശോധിച്ച് വരികയുമാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ആയിഷ എന്ന് പറയുന്ന വ്യക്തി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവർ തമ്മിൽ, ഞാൻ പറഞ്ഞ പോലെ നാദാപുരത്തോ മറ്റോ ഉള്ള സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവരെ വാതിലിൻ്റെ അകത്തിട്ട് പൂട്ടുകയും പോലീസ് വന്നിവിടെ മോചിപ്പിച്ച കൊറോണ സമയത്ത് നാട്ടിലേക്ക് എത്തിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അത് അവർ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഇവർ ശരിക്കും പറഞ്ഞാൽ വേർപിരിഞ്ഞിട്ട് 2 പേരും വാശിപ്പുറത്ത് ഞാൻ ജീവിച്ച് കാണിക്കാമെന്ന് പറഞ്ഞ് പോയ ആൾക്കാരാണ്. അതിനുശേഷം ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ കല്യാണം കഴിയുന്ന സമയത്തോടു കൂടി തന്നെ ഈ ആയിഷ എന്ന് പറയുന്ന കുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഈ അലിയുടെ വാപ്പാക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വാപ്പയുമായുള്ള ബന്ധങ്ങൾ അവിടെ വെച്ച് മുറിക്കപ്പെടുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് ചൊടിച്ചു പോയതിന് ശേഷം സ്വന്തമായിട്ട് വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് താമസിച്ചു വന്നത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. എന്നാൽ അങ്ങനെ താമസിച്ച് വരുന്ന സമയത്താണ് ഈ ആയിഷയുമായിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും അവർ തമ്മിൽ ക്ലാഷ് ഉണ്ടായതിനു ശേഷം 2 പേരും 2 ഭാഗത്തേക്ക് പിരിഞ്ഞു പോവുകയാണ്. ഒരാൾ ഖത്തറിലേക്ക് പോകുന്നു. നിങ്ങൾ ആലോചിക്കേണ്ട, ഒരു സഹോദരി ഖത്തറിലേക്ക് പോയ ശേഷം 6 വർഷം ഭർത്താവുമായിട്ട് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യ ബുദ്ധി വെച്ച് നമുക്ക് ചിന്തിച്ചാൽ അറിയാം അത്രമാത്രം പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് അലിയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവുന്നില്ല. ഈ അലി എന്ന് പറയുന്ന മനുഷ്യന് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പയും കുടുംബ വീടുമായിട്ടും പ്രശ്നങ്ങളാണ്. കാരണം ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നിലനിൽക്കുകയാണ്. അതിനുശേഷം ഈ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറി മറ്റൊരു വിവാഹം കഴിച്ച് അലി വീണ്ടും മാറി താമസിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ
ഈ ആയിഷ എന്ന് പറയുന്ന യുവതി ഇപ്പോൾ സമരം ചെയ്യുന്നത് ഈ അലിയുടെ ഉപ്പയുടെ വീടിൻ്റെ മുന്നിലാണ്, അദ്ദേഹത്തിൻ്റെ തറവാട് വീടിൻ്റെ മുന്നിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അതിൽ അലിക്ക് അവകാശമുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ പോയിട്ട് സമരം ചെയ്യുന്നതൊക്കെ, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഏതായാലും രണ്ട് ഭാഗവും നമ്മൾ കേൾക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നത്തിനൊരു ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു യൂട്യൂബർ ഈ അലി അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഈ ഡോക്ടറുടെ കുടുംബക്കാരുമായിട്ട് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുമായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് കേൾക്കാം. അത് കേൾക്കുന്നത് കൂടി നിങ്ങൾക്കും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ആ വീഡിയോയിലേക്ക് അതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായിട്ടും ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും ആ ചാനലൊന്ന് ഇടത് കൈ കൊണ്ടോ വലത് കൈ കൊണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു ലൈക്കും ഒരു ഹൈപ്പ് കൂടി കൊടുക്കുക. അപ്പോൾ ആ വീഡിയോയിലേക്ക് ഏതെങ്കിലും സൈഡ് പിടിച്ച് സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു സാഹചര്യം, ഇതിൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് രണ്ട് സൈഡും മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡല്ല, 3 സൈഡുണ്ട്. അതായത് അലിയുടെ ഒരു സൈഡുണ്ട്, ആയിഷയുടെ ഒരു സൈഡുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഈ ഒരു വിഷയം ശക്തമായത് മുതൽ വേറൊരു ഇത് അതിലേക്ക് വന്നിട്ടുള്ളത് അലിയുടെ കുടുംബം, അതായത് ഇവളുടെ ആയിഷയുടെ ഭർത്താവിൻ്റെ കുടുംബം. എന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അലിയുടെ കുടുംബം അലിയുമായിട്ട് ഇവർ ആയിഷയും അലിയും വിവാഹം ചെയ്തത് മുതൽ ഒരു ബന്ധവും ഇല്ല. അവരുമായിട്ട് ആ കല്യാണം നടക്കുന്ന സമയത്തും അവരോട് സഹകരിച്ചിട്ടില്ല. കാരണം അവർ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്നൊരു കല്യാണമായിരുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവർ പാടെ ഒഴിവാക്കി എന്ന് പറയാം. അലീനെ ഒഴിവാക്കി. അപ്പോൾ അലി ഇവരെ വേറെ കുറച്ച് ആൾക്കാരുടെ സഹായത്തോടുകൂടി കല്യാണം കഴിച്ചിട്ട് അവരവരുടെ ജീവിതമായിട്ട് വേറെ എവിടെയോ പോയി താമസിച്ചു ജീവിച്ചു. 10-13 കൊല്ലം മുമ്പാണ് നടക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം 5-6 വർഷം ഒരുമിച്ച് താമസിച്ചു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. അതിന് ശേഷമാണ് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നത്. തർക്കം ഉണ്ടായി 2 പേരും കൂടി പിരിഞ്ഞുപോയി. ആയിഷയുടെ സ്പേസിലേക്കും അലിയുടെ സ്പേസിലേക്കും പിരിഞ്ഞു പോയിട്ട് പിന്നെയും അവർ 5-6 കൊല്ലം ജീവിച്ചു പിരിഞ്ഞതിന് ശേഷം. അതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പരസ്പരം മത്സരിച്ചിട്ടുണ്ടാവും. നീ ഇല്ലാതെയും ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ 2 പേരും മത്സരിച്ചുകൊണ്ട് 2 സൈഡിൽ നിന്ന് ജീവിച്ചു. പക്ഷേ ഒരാൾ ഡൗണായി, മറ്റാൾ കുഴപ്പമില്ലാത്ത ജീവിതമായിട്ട് മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സമരത്തിലേക്കൊക്കെ ഇറങ്ങി തിരിക്കാൻ ഇപ്പോൾ ഉണ്ടായ സാഹചര്യം, അതായത് 6-7 വർഷം കഴിഞ്ഞല്ലോ, എന്നിട്ടിപ്പോൾ ഇറങ്ങി തിരിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അലി ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് അവർ സന്തോഷമായിരിക്കുന്നു എന്നുള്ളത് അവരെ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് അവൾ കാണുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യും, മനസ്സിൽ ഫ്രസ്ട്രേഷൻ വരും. നമ്മളെവിടെ എത്തിയില്ല, അവനിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം. അപ്പോൾ ഇവരുടെ ഇടയിൽ അന്ന് തർക്കം ഉണ്ടായ സമയത്ത് തന്നെ ഇവർ കൊടുത്തിരുന്നൊരു കേസുണ്ട്. അപ്പോൾ ഡൈവോഴ്സ് ആവണം എന്നുള്ള ഇവർ രണ്ടാളും തീരുമാനിച്ചിരിക്കണം ഓൾമോസ്റ്റ്. പക്ഷേ ഡിവോഴ്സ് ആവാൻ ഇവൾ വെച്ച ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട് താങ്ങാൻ ഈ അലി എന്ന് പറഞ്ഞ ആൾക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിനെതിരെ അപ്പീലിന് പോയി. കൂടാതെ ഇവൾ കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന കുറച്ച് കള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ കേസിൻ്റെ ഭാഗത്തിൽ ചേർത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിധിയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കല്യാണം വന്നിട്ട് ഒരു ഹാപ്പി ഇരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവർ ഈ വിഷയത്തിലില്ലാത്ത അലിയുടെ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അലിയുടെ ഉപ്പ താമസിക്കുന്ന വീട്, അത് അലി ആ വീട്ടിലില്ല, അന്ന് പുറത്തെങ്കിലും ശേഷം ആ വീട്ടിലില്ല. അലി ഉപ്പ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ വന്നിരുന്നു ഇവർ സമരം ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ സാഹചര്യം. ഇപ്പോൾ ഇതിൽ പൊതുവായിട്ടൊരു ആക്ഷേപമായിട്ട് വരുന്ന വിഷയമാണ് അവർ ഈ ഒരു ബന്ധം ഡിവോഴ്സ് ആവാതെ അല്ലെങ്കിൽ ഒരു വിധി വരാതെ ഇവർ വേറെ കല്യാണം കഴിച്ചു എന്നുള്ളത് ആണൊരു വിഷയം പറയാം. ആ വിഷയത്തിലും വ്യക്തമായ മറുപടി പറയേണ്ടത് അലിയാണ്. അല്ലെങ്കിൽ അവൾക്ക് അലിയക്കെതിരെ ഒരു ഡയറക്റ്റ് അലിയുടെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തിട്ടൊക്കെ അവൾക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോയായിരുന്നു. പക്ഷേ അവൾ വന്നിരിക്കുന്നത് അതായത് അലിയുടെ ഉപ്പാട് വീട്ടിൽ വന്നിരിക്കുകയാണ്. കാരണം അവിടെ വന്നിരുന്നിട്ട് എങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക? ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ പണ്ടേ അലീനെ ഒഴിവാക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് അലി വീട്ടുകാരിന് പരിഹാരം ഉണ്ടാക്കി? ഇവർ പറയുന്നത് അലിയുടെ കുടുംബത്തിൽ നിന്ന് 1-2-3 പേര് ഈ പുതിയ വിവാഹത്തിൽ പങ്കെടുത്തു. അത് അലിയുമായി വ്യക്തിപരമായിട്ട് ബന്ധം സൂക്ഷിക്കുന്ന ആരെങ്കിലും 2 പേര് പങ്കെടുത്തു എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ കുടുംബത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പേരും പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ആ വീട്ടിൽ കോടതിയിൽ നിന്നൊരു വൈവാഹിക ഭവനമാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വാങ്ങിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അതിന് കൂടെ ഇവർ ആഡ് ചെയ്യുന്ന ഒരുപാട് കളവുകളുണ്ട്. അതായത് ഒരു ബന്ധവും ഒരു മര്യാദക്കൊന്ന് ഫേസ് ചെയ്തിട്ട് പോലുമല്ല ഇവർ തമ്മിൽ, ആ കുടുംബക്കാരും ഈ പെണ്ണും തമ്മിൽ. അങ്ങനെയുള്ള പെൺകുട്ടി പറയുന്നത് മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചു എന്നാണ് ആ കുടുംബം. അതും വളരെ വലിയ തെറ്റാണ്.
പിന്നെ ഇതിൽ ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അലി എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടിയെ നന്നായി നോക്കിയില്ല, ഇത്രയും കാലയളവിൽ ഞാൻ ഒറ്റക്കാണ് കുട്ടിയെ നോക്കിയതെന്ന് പറയുന്നുണ്ട് അവർ. അതും തെറ്റാണെന്നുള്ളത് അലിയുടെ തന്നെ ഇൻസ്റ്റാ റീൽസ് ഇട്ട് നോക്കിയാൽ മതി. ആ കുട്ടിയും അലിയും തമ്മിലുള്ള ഒരുപാട് വീഡിയോസ് അതിലുണ്ട്. അവർ തമ്മിലുള്ള ബോണ്ടും ആ സ്നേഹപ്രകടനങ്ങളൊക്കെ അതിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം അയാളും ആ കുട്ടിയും തമ്മിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതും അവൾ മറച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആൾക്കാരെ സമ്മതി പിടിച്ചു പറ്റാൻ കുട്ടിയെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുന്നത്. ഇതിലിപ്പോൾ ന്യായമല്ലാത്ത വിഷയം ഇതാണ്. ഭർത്താവിൻ്റെ കുടുംബക്കാരെതിലേക്ക് അവൾ വെറുതെ വലിച്ചഴിച്ചിട്ട് പ്രശ്നം വെറുതെ വലുതാക്കുകയാണ്. അത് അവർ രണ്ടും തമ്മിലും ഉള്ളൊരു പ്രശ്നം മാത്രമാണ്. അലിയും ആയിഷയും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. അവരാണ് അവരുടെ ജീവിതം തീരുമാനിച്ചതും സ്നേഹിച്ചതും പരസ്പരം വിശ്വസിച്ചതും ഒക്കെ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ ഭർത്താവിൻ്റെ കുടുംബക്കാർ, ഇതിൽ കക്ഷിയല്ലാത്ത ഭർത്താവിൻ്റെ കുടുംബക്കാർ വലിച്ചഴിച്ചിട്ട് ആ കുടുംബത്തിനെ മൊത്തം നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് പിൻവലിയാൻ മാത്രമാണ് ആ കുടുംബം അവരോട് പറയുന്നുള്ളൂ. നിങ്ങൾ അലിനെ എന്ത് വേണമെങ്കിൽ കാട്ടിക്കോളി, അലിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, കോടതി വഴിയോ അല്ലെങ്കിൽ മറ്റ് EPB ഉപയോഗിക്കുന്ന ഈ സമരമുറ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ ഈ വീടിൻ്റെ മുമ്പിൽ വന്ന് ചെയ്യരുത് എന്ന് മാത്രമാണ് അവരുടെ റിക്വസ്റ്റ്. ഞാൻ അറിഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അഡീഷണൽ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ സ്വർണത്തിൻ്റെ വിഷയമൊക്കെ പറയുന്നുണ്ടല്ലോ. 90 പവനായിട്ട് അവർ കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നല്ലോ. ഞാനും ഫോട്ടോയിലൂടെയാണ് അത്രയും സ്വർണ്ണമൊക്കെ അവർ കല്യാണത്തിൽ ഇട്ടുന്നതിൽ കാണുന്നത് തന്നെ. അപ്പോൾ ഈ സ്വർണം സ്വാഭാവികമാണ്. ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് സ്വർണ്ണം ആവട്ടെ എന്തോ ആവട്ടെ അവരെല്ലാം പങ്കുവെച്ചിട്ടേക്കൊരു ജീവിക്കുക. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് അവരെന്ത് ചെയ്യും, അവർ കേസിന് ബലം കൂട്ടാനോ അല്ലെങ്കിൽ അവർക്ക് ആൾ കൂടെ കൂട്ടാനൊക്കെ ആയിട്ട് ഇവരെന്ത് ചെയ്യും, അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കും. അതുതന്നെ ഇവിടെ നടന്നിട്ടുണ്ടാവുക. സംഭവം ശരിയാണ്. അലിയും ഡോക്ടറാണ്. കല്യാണം കഴിക്കുമ്പോൾ ആയിഷ ഡോക്ടറല്ല, അതിന് ശേഷം ആയിഷ പഠിച്ച് ഡോക്ടറാവുന്നത്. മുമ്പ് പഠനം ഉണ്ടായിരുന്നെങ്കിലും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന കല്യാണത്തിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഈ പണമൊക്കെ ഇവർ രണ്ടാളും കൂടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാം അവരുടെ കാര്യങ്ങൾക്കായിട്ട്. അപ്പം ഇനി അലിക്കെന്തോ സ്വർണത്തിൽ നിന്ന് ഒരു എമൗണ്ട് മലബാർ ഗോൾഡിൽ എവിടെയോ കൊണ്ടുപോയി പണം വെച്ചിട്ട് എന്നൊരു എമൗണ്ട് ക്യാഷായിട്ട് അലിക്ക് കൊടുത്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനൊക്കെ അവരുടെ അടുത്ത് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ സമീപിച്ച് അവർക്കത് മേടിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം, അങ്ങനെ പോവാം. പക്ഷെ അതിന് പകരം അവർ ഇവിടെ വന്നിരുന്നത് ചെയ്യുന്നത് എന്തർത്ഥത്തിനാണെന്ന് മനസ്സിലാവണില്ല. അത് ഇനിയിപ്പോൾ അലിയുടെ അവിടെ പോയി ചെയ്യണേ എന്നാലും വേണ്ടിയില്ല. പക്ഷെ എന്തിനാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിരുന്നത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് പന്തികേട്. എനിക്ക് തോന്നുന്നത് വേറൊരർത്ഥത്തിലും അലിനെ തളർത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബാഡ്ജ് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവനെ തളർത്താമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവുക. അൽതാഫ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ. അവർ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അപ്പുറത്തെ വശങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് ഏതൊക്കെയാണ് അവൾ പറഞ്ഞതിൽ എല്ലാം കളവെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവൾ പറഞ്ഞ സത്യങ്ങളുണ്ടാവും. ആ സത്യത്തോടൊപ്പം അവൾ ചേർത്ത് വെച്ച കുറച്ച് കളവുകൾ കൂടിയുണ്ട്, ആളുകളെ കൺവിൻസ് ചെയ്യാനും ആളുകളെ കൂടെ ചേർക്കാനും സിമ്പതി പിടിച്ചു പറ്റാനൊക്കെ. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണയിൽ അൽതാഫിനെ പോലുള്ള ആൾക്കാർ വീണ് പോകരുത്. സത്യം മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ അൽതാഫിന് എന്തെങ്കിലും സംശയങ്ങൾ വിഷയത്തിലുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, എനിക്കറിയണതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഞാൻ ഇതിൽ നിഷ്പക്ഷമായിട്ടേ പറയുള്ളൂ. ഞാനിതിൽ അലിയുടെ ഭാഗത്ത് നിൽക്കില്ല, ആയിഷയുടെ ഭാഗത്ത് നിൽക്കില്ല. സത്യത്തിൽ ഇതിൽ ആരുടെ ഭാഗത്തും വിധി പറയാൻ ആരും ആളല്ല. കുറച്ചും കൂടിയും ആയിഷാനെയും അലിനെ അറിയുന്ന ആളുകൾ നിലക്ക് എനിക്ക് പോലും അതിൽ വിധി പറയാൻ കഴിയില്ല. കാരണം ഇവർ പ്രൈവറ്റായിട്ട് വെക്കുന്ന കാര്യങ്ങളുണ്ട്. അലി ആയാലും ആയിഷ ആയാലും അവർ ആരോടും പറയാൻ ആഗ്രഹിക്കാതെ മറച്ചു വെക്കുന്ന കാര്യങ്ങളുണ്ടാവും. അത് അവർക്ക് ചിലപ്പോൾ കോടതിയിൽ കുറച്ചുകൂടി ഒരു വക്കീൽ മുഖേനൊക്കെ എന്ത് ചെയ്യും പറയാനൊക്കെ സാധിക്കും. അപ്പോൾ അതിലൂടെയാണ് അവർക്ക് ശരിക്കും വിധി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കേസാണിത്. അപ്പോൾ അതിനെ ഇങ്ങനെ സമൂഹത്തിൽ കൊടുന്നിട്ടത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ. ഇതുപോലെ ഒരു സൈഡ് മാത്രം കേട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ആയിഷാനെ സപ്പോർട്ട് ചെയ്ത് അലിനെ തെറി പറഞ്ഞ് നിൽക്കും. ഇനിയിപ്പോൾ അലിയുടെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് മോശം പറയും. ഇങ്ങനെ സംഭവിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പം ആകെ ഇടങ്ങേറാവുന്ന ആരാന്നറിയോ, ഇതിലൊരു പ്രശ്നത്തേക്കും ഇല്ലാത്ത ഈ ഭർത്താവിൻ്റെ കുടുംബക്കാരാണ്. അവർ അന്നേ ഇത് ബന്ധത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അലിനെ ഒഴിവാക്കി പെണ്ണിനെ ഒഴിവാക്കിയതാണ്. പിന്നെ ഇപ്പോൾ ഇവർ ആ വീട്ടിലേക്ക് സമരം എന്നുള്ള പേരിൽ കയറി വന്നിട്ട് മുമ്പാരത്തെ വീട്ടിൽ ആളില്ലാതെ വീടിൻ്റെ മുമ്പാരത്ത് വന്നിരുന്നു.
അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം രണ്ടുപേരെയും കുറ്റം പറയാത്ത രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യത്വപരമായ ഒരു പരിഗണന വെച്ചുകൊണ്ട് അലി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഞാൻ പറഞ്ഞത് 6 വർഷം ഇവർ ചൊടിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന തീരുമാനത്തിൽ തന്നെ കേസുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി, ഡിവോഴ്സ് ആയിട്ടില്ല നിയമപ്രകാരം, അത് സത്യമാണ്. പക്ഷേ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡിവോഴ്സ് പോലെ തന്നെയാണ് രണ്ടുപേരും പിരിഞ്ഞിട്ട് 2 വ്യക്തിത്വങ്ങളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ആ ഒരു സമയത്ത് അലി എന്ന് പറയുന്ന മനുഷ്യൻ സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും ഒരു ജോലിയും എല്ലാമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു ഭാര്യ വേണമെന്ന് തോന്നിയതിലോ കല്യാണം കഴിച്ചതിലോ നമുക്ക് അദ്ദേഹത്തെ തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഇസ്ലാം മതപ്രകാരമാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധു തന്നെയാണ്. കാരണം ശരിയത്ത് നിയമപ്രകാരം ആദ്യ ഭാര്യയുടെ സമ്മതം രണ്ടാമത്തെ കല്യാണത്തിന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം, 6 മാസം പിരിഞ്ഞ് ജീവിക്കുകയാണ്. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരാൾ ഖത്തറിലാണ്, ഒരാൾ നാട്ടിലാണ്. പിന്നെ ആയിഷ പറയുന്ന 2-3 കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തും ന്യായമുണ്ട്. ഒന്ന് പറഞ്ഞാൽ കുട്ടിക്ക് തീർച്ചയായിട്ടും അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് ഉപ്പയായ അലിയുടെ ബാധ്യതയാണ്. രണ്ടാമത് അവരുടെ ഭാഗത്ത് നിന്ന് വാങ്ങിയെടുത്ത പൊന്നിൻ്റെയും പണത്തിൻ്റെയും കാര്യത്തിൽ തീർച്ചയായിട്ടും തീരുമാനം വേണം. മൂന്നാമത്തെ കാര്യമെന്ന് പറയാൻ അവർക്കും ജീവനാംശം കിട്ടാനുള്ള എല്ലാ അവകാശവുമുണ്ട്. കാരണം ഭാര്യ നിയമപ്രകാരം കല്യാണം കഴിച്ച ഭാര്യ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാക്കി കഴിഞ്ഞാൽ അലി എന്ന് പറയുന്ന മനുഷ്യന് വിവാഹം കഴിച്ച് വേറെ ജീവിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ആയിഷ എന്ന് പറയുന്ന ഡോക്ടർക്ക് ഇനി വേറെ കല്യാണം കഴിച്ചോ കല്യാണം കഴിക്കാതെയോ അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകാം. കാരണം 2 പേരും തൊഴിലുള്ള, സ്റ്റാൻഡേർഡുള്ള, വിദ്യാഭ്യാസമുള്ള നല്ല ഫാമിലിയിൽ ജനിച്ച ആൾക്കാർ തന്നെയാണ്. അല്ലാതെ 100 പവനൊന്നും കൊടുക്കാൻ വേണ്ടി അവർക്കും സാധിക്കില്ല. ഇതേ ഒരു തീരുമാനമാക്കുന്നതിന് പകരം ഒളിച്ചു കളിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അലിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ മോശമാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട സമരങ്ങൾ 14 ദിവസം നിങ്ങളുടെ തറവാട് വീടിന് മുന്നിൽ ഈ സഹോദരി നടത്തിയിട്ടും നിങ്ങളതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതൊരു കളിയാക്കൽ പരിപാടിയാണ്. കേസ് കോടതിയിലുണ്ട് എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മഹലുമായി ബന്ധപ്പെട്ട് അവരുടെ മഹലുമായിട്ട് ബന്ധപ്പെട്ട് 2 പേരെയും അപ്പുറവും ഇപ്പുറവും ഇരുത്തിയ ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാം, അവരുടെ കാര്യങ്ങൾ സംസാരിക്കാം. വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അതാണ് ഒരു തറവാട്ടുകാരന് ചേർന്ന പരിപാടി. അത് തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങൾ തറവാട്ടുകാരനാണ്. അതുപോലെ തന്നെ നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കേണ്ട ഒരു മനുഷ്യൻ കൂടിയാണ്. കാരണം നിങ്ങൾ അത്തരത്തിൽപ്പെട്ട ഒരു സേവനമാണ്. ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സേവനവും അതുപോലെ തന്നെ ഒരു ഡ്യൂട്ടിയുമാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഭാര്യയോട് തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുകയും വേണം. ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരുമായി തുടരാൻ ആരും ആവശ്യപ്പെടുന്നില്ല. ആ യുവതി പറയുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണമെന്നല്ല. അതുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് ഒരു ന്യായമുള്ളത്. കാരണം അവർ കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ തീരുമാനമുണ്ടാക്കേണ്ടത് ഉപ്പയായ നിങ്ങളുടെ അവകാശമാണ്, തീർച്ചയായിട്ടും അവരുടെ ആവശ്യവുമാണ്. അത് അംഗീകരിക്കേണ്ടത് തന്നെയാണ്. പിന്നെ വാങ്ങിയ സ്വർണത്തിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം, എത്രമാത്രം ചിലവാക്കി എത്രമാത്രം എടുത്തു എന്നൊക്കെ. അതും തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുശേഷം നിങ്ങൾക്ക് 2 പേർക്കും പിരിഞ്ഞ് 2 വ്യക്തിഗതമായിട്ട് ജീവിക്കാനും തൊഴിൽ നേടാനും മുന്നോട്ട് പോകാനുമുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യുന്നതിന് പകരം ആ സഹോദരി ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ ഇടുന്നത് വളരെ മോശകരമായ കാര്യം തന്നെയാണ്. പിന്നെ ആ യുവതി തറവാട് വീടിൻ്റെ മുന്നിൽ പോയിട്ട് സമരം ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആ തറവാട് വീടിൻ്റെ മുകളിൽ ഏതായാലും അലി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനാണ്, അവർക്ക് അവകാശമുണ്ട്. അവരെ എവിടെയാണെന്ന് അറിയാത്ത കാലത്തോളം തറവാട്ട് വീടിന് മുന്നിൽ പോയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി അവരുടെ സ്വന്തമായിട്ടൊരു വീട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി ചെയ്യുമായിരിക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. അല്ലെങ്കിൽ ഏതായാലും കോടതി ഇതിനെ വിലക്കിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സഹോദരി അവിടെ തുടരുന്നത്. അല്ലെങ്കിൽ പോലീസ് തീർച്ചയായിട്ടും അവർക്കും നിയമപരമായിട്ട് പോകാമല്ലോ. അവർക്കും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് ഞങ്ങൾ വീടിൻ്റെ മുന്നിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട്, ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിയമപ്രകാരം നീക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യും. അത് കോടതി ചെയ്യുന്നില്ല. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്താണ് ന്യായമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ 2 പേരുടെയും ആവശ്യങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിങ്ങൾ കേട്ട് കാണും. ഇനി തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി ഞാൻ കാതോർക്കുകയാണ്. ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിൽപ്പെട്ട ഒരുപാട് വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും എത്താനുണ്ട്. അതിന് ദയവായി ഞങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി സഹായിക്കും. തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.